വാസ്കോഡ് ഗാമ കപ്പലിറങ്ങിയ ചരിത്രമുറങ്ങുന്ന തീരമാണ് കോഴിക്കോട് കാപ്പാട് കടപ്പുറം. പക്ഷേ ഇതുവഴിയുള്ള തീരദേശ റോഡ് പോലും സംരക്ഷിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. എൻ്റെ പുറകിൽ കാണുന്നത് ഒരു റോഡായിരുന്നു എന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. വെറും കരിങ്കല്ല് കൂട്ടമായി മാത്രം കിടക്കുന്നു. ടാറിംഗ് റോഡായിരുന്നു, വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയാണ് ഇപ്പോൾ ടൂ വീലർ മാത്രം കഷ്ടിച്ച് പോകുന്ന ഒരു വഴിയായി ചുരുങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ കടലാക്രമണത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ റോഡ് പൂർണ്ണമായും കടലെടുത്തിരിക്കുന്നത്. തൂവപ്പാറ മേഖലയിൽ റോഡ് രണ്ടായി മുറിഞ്ഞിരിക്കുന്നു. 5 വർഷം മുൻപുണ്ടായ ടൗട്ടെ ചുഴലിക്കാറ്റിൽ റോഡ് ഏകദേശം പൂർണ്ണമായും തകർന്നിരുന്നു. അതിനുശേഷം റോഡ് നിർമ്മാണം നടത്തി കരിങ്കല്ല് കൊണ്ടുവന്നിട്ടു. പിന്നീട് ഉള്ള കാലവർഷത്തിലൊക്കെ തന്നെ റോഡ് തകർന്നു തുടങ്ങി. 2023 ഇതേ സ്ഥലത്ത് റോഡ് രണ്ടായി മുറിഞ്ഞിരുന്നു. അന്നും അതിനുശേഷം ഈ കാണുന്ന രീതിയിൽ കരിങ്കല്ല് കൊണ്ടുപോയി ഇട്ടു. പക്ഷേ റോഡ് ശാശ്വതമായി നിർമ്മിച്ചില്ല. ഇപ്പോഴിതാ വീണ്ടും ഒരു കാലവർഷത്തിൽ കടലാക്രമണത്തിൽ റോഡ് പൂർണ്ണമായും തകർന്ന സാഹചര്യമാണുള്ളത്. നാട്ടുകാരുടെ കാത്തിരിപ്പ് നീളുകയാണ്. അതുമാത്രമല്ല, ബ്ലൂ ഫ്ലാഗ് പദവി തുടർച്ചയായ വർഷങ്ങൾ ലഭിക്കുന്ന ഒരു ബീച്ച് കൂടിയാണ് കാപ്പാട്. അവിടെ 100 കണക്കിന് വിനോദസഞ്ചാരികൾ ദിവസം എത്തുന്നുണ്ട്. വിദേശ സഞ്ചാരികൾ വരെ വരാറുണ്ട്. പക്ഷേ ആ ബീച്ചിലേക്ക് ആളുകൾക്ക് വരാനുള്ള പ്രധാന പാതയാണ് ഇങ്ങനെ വഴിയടഞ്ഞ് കിടക്കുന്നത്. ഏതായാലും നാട്ടുകാർക്കൊക്കെ തന്നെ വലിയ അമർഷം ഈ വിഷയത്തിലുണ്ട്. കടലാക്രമണം ഓരോ കാലവർഷത്തിൽ ഉണ്ടാകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരമായി പുലിമുട്ട് വേണമെന്നാണ് ആളുകൾ പറയുന്നത്. ഇങ്ങനെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കല്ല് കൊണ്ടുപോയി ഇടുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഇതിൻ്റെ സ്ഥിരം ഇതിൻ്റെ തന്നെയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ കുറച്ച് അവിടെ പണ്ടില്ലേ കുറച്ച് കല്ലൊക്കെ കൊണ്ട് ഇറക്കിയിട്ടത് അതുപോലെ എന്ന് വെച്ചാൽ നമ്മളെ അഭിപ്രായത്തിൽ ഇതിൻ്റെ കല്ല് ഇവിടുന്ന് താഴോട്ട് ഇടണം. എന്നിട്ട് ഇവിടുന്ന് കടലിൻ്റെ ശക്തി കുറഞ്ഞു വരണം. എന്നാലേ ഈ റോഡ് പോകാതിരിക്കുകയുള്ളൂ. ഇതിവിടെ ഇവർ വന്നിട്ട് ഇതിൻ്റെ മുകളിൽ കാണാൻ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നെടുത്ത് വെച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പുറം വന്ന് കടൽ വീണാൽ വെള്ളം അങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ മണ്ണ് വലിയും, അന്നേരം തന്നെ ഇതിടിയും. ഇതിപ്പോൾ എത്രയായി ഇപ്പം വണ്ടി വരാണ്ട്. ഇപ്പം ഞങ്ങൾക്കൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് പോകാൻ സുഖമുള്ള വഴിയല്ലത്. ഇത് എത്ര കാലമായി ഇതിപ്പം കിടക്കുന്നത്. ഒരു പ്രാവശ്യം ഇതേപോലെ 5 കൊല്ലം കിടന്നിട്ട് നന്നാക്കി വീണ്ടും സ്ഥിതി ചെയ്ത് തന്നെ. അപ്പോൾ ഇത് അവിടെയൊക്കെ കല്ലൊക്കെ കൊണ്ടേ ഇറക്കിയിട്ടുണ്ട്. എപ്പോഴാണ് സീസൺ കഴിഞ്ഞിട്ട് കല്ലിറക്കിയിട്ടുണ്ട് കാര്യമുണ്ട്. നമ്മളാകെ കാണുന്ന ജൂൺ ജൂലൈ മാസത്തിലാണല്ലോ കടൽക്ഷോഭം വരുന്നത്. ആ ടൈമിനൊന്നും ഇത് ചെയ്തിട്ടില്ല. പിന്നെന്തിന് ഇങ്ങനെ കടന്ന റോഡ് മൊത്തം പോകുമോ? ഇത് പിന്നെ പോകില്ലേ. ഇത് ഇവിടെ എത്തി. ഇപ്പോൾ ഈ അടുത്ത് ടൂ വീലർ മാത്രമേ പോകുന്നുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത് പോയതാ. അത് ഇവിടെ ഒക്കെ റോഡ് പകുതി പോയി. ഇതാ ഇവിടെ ഭാഗത്ത് പകുതി പോയി. പക്ഷേ ആദ്യം തൊട്ട് ചരലൊക്കെ കൊണ്ടേ ഇറക്കി തൂർത്തതാണ്. ഇവിടെ ഉണ്ടാവുന്നത് ഇപ്പോഴത്തെ കടലിന്. അതാ ഇനി അടുത്തതിന് ഇവിടെ പോകും. കാണുന്നില്ല. അതാ നോക്കിയാൽ കാണാമല്ലോ എവിടെ എത്തി എന്നുള്ളത്. ദീർഘകാലത്തേക്കുള്ള പരിഹാരമല്ല വേണ്ട. നടത്തുന്നില്ല, പരിഹാരമൊന്നും ചെയ്യുന്നില്ല. മുകളിൽ കൂടി അവർ ലേസോ കണ്ണിപ്പൊടിയുള്ള ഇടാൻ വേണ്ടി എന്ത് ചെയ്തു. അത് കഴിഞ്ഞാൽ പിറ്റേന്ന് പിന്നെ ആദ്യം ഇതിങ്ങനെ തന്നെ ആവും. ഇത് കണ്ണിപ്പൊടി ഇട്ടിട്ട് ഒരു കാര്യമില്ല. ചെയ്യണമെങ്കിൽ നല്ലോണം ചെയ്യുക. ഇതിപ്പോൾ പൈസ കുറച്ച് പൈസ വസാല കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി 10-15 ലക്ഷം രൂപ അവർ ചെയ്ത് കഴിഞ്ഞാൽ അവർ പോയി. പിന്നെ നാളെ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യം ഇത് തന്നെ മാത്രമേ ഇപ്പം പോകുന്നുള്ളൂ. വേറൊരു വണ്ടി ഇപ്പം പോകാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഇനി ഇതൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നല്ലേ. അപ്പം ഇനി ഇതെല്ലാം ആയി വരണമെങ്കിൽ ഇങ്ങനെ കല്ല് മുൻകൂർ ഇട്ട് കൊണ്ടുവരണം. ടൂറിസ്റ്റുകൾ ഇപ്പം നമ്മൾ ആളുകളിലൊപ്പം വരുന്ന സ്ഥലം തന്നെയാണ്. എന്നിട്ട് അത് ഇത്തരത്തിലാകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരുന്നവർക്ക് കടലിൽ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവിടെ ഇറങ്ങാമല്ലോ, പാറൻ്റെ അടുത്ത് ഇറങ്ങാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ലേസം കനത്തിൽ തന്നെ കല്ലിട്ടിട്ട് അങ്ങോട്ട് താഴോട്ട് ഇട്ടിട്ട് കടലിൻ്റെ ഈ ശക്തി കുറക്കുക. എന്നാൽ മാത്രമേ റോഡ് പോകാതിരിക്കുള്ളൂ. അല്ലാതെ ഇവിടെ മുകളിൽ കടൽക്ഷോഭെല്ലാം കഴിഞ്ഞാൽ വന്ന് എന്തെങ്കിലും ആര് കണ്ണി പൊടിയാൻ വേണ്ടി എന്ത് ചെയ്തിട്ട് അവർ പോകും. പിന്നെ ആദ്യം കടൽ വന്നാൽ എല്ലാം ആദ്യം പിന്നെ അപ്പം അതിനാണ് നമുക്കൊരു പരിഹാരം എന്ത് കാണണ്ടേ. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വന്നു പോയിരുന്ന ഒരു റോഡ് കൂടിയാണ്. ആ റോഡാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ കടലെടുത്ത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത്. ഏതായാലും ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇവിടെ വേണ്ടത്. കാരണം ചരിത്രമുറങ്ങുന്ന ഒരു ചരിത്ര ഭൂമി കൂടിയാണ് കാപ്പാട്. അതുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരം ഉടനടി ഇവിടെ വേണമെന്നാണ് നാട്ടുകാരുടെയും വിനോദസഞ്ചാരികളുടെയും ആവശ്യം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിവേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.